നമ്മളൊരാളിൽ നോക്കുന്ന ക്വാളിറ്റീസ് സിമിലർ ആയിരിക്കുമല്ലോ. റിയൽ ആയിട്ടുള്ള ആളായിരിക്കണം. അവർ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ അവർ വളരെ നല്ലതായിരിക്കണം. ഒരാളോടുള്ള പ്രപ്പോസൽ അഹാന അക്സെപ്റ്റ് ചെയ്യാൻ ദാറ്റ്സ് ദ മീനിങ്. അതാണ് ആസ്ക്ഡ് ഞാൻ പറയാം. എന്തൊക്കെയായിരിക്കും ഒരാളെ ഇഷ്ടപ്പെടാൻ അവരിൽ എന്ത് ക്വാളിറ്റീസ് ആണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് പറ. അതിപ്പോ ഇൻസ്റ്റാ പ്രണയമാണെങ്കിലും ഏത് പ്രണയമാണെങ്കിലും നമ്മളൊരാളിൽ നോക്കുന്ന ക്വാളിറ്റീസ് സിമിലർ ആയിരിക്കുമല്ലോ. ആക്ച്വലി റിയൽ ആയിട്ടുള്ള ഒരാളായിരിക്കണം. കാരണം ഞാൻ വളരെ റിയൽ ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് പ്രിറ്റൻഷ്യസ് പരിപാടികൾ പറ്റത്തില്ല. സോ റിയൽ ആയിട്ടുള്ള ആളായിരിക്കണം. ആൻഡ് ദേ ഷുഡ് ബി റിയലി ഗുഡ് ഇൻ ദ വർക്ക് ദേ ഡു. അവർ ചെയ്യുന്ന ജോലി എന്താണോ അതിൽ അവർ വളരെ നല്ലതായിരിക്കണം. വി ഷുഡ് ബി ഏബിൾ ടു സിറ്റ് ആൻഡ് ഹാവ് എ കോൺവെർസേഷൻ അബൌട്ട് ദിയർ വർക്ക്, മൈ വർക്ക്. അങ്ങനെ ഇരുന്ന് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അങ്ങനെ കാത്ത് ഒക്ടോബർ 13 വന്നെത്തി അഹാനയുടെ ബർത്ത്ഡേ. എന്ത് ഗിഫ്റ്റ് തരണമെന്നാണ് അഹാന ആഗ്രഹിക്കുന്നത്? എനിക്ക് സത്യം പറഞ്ഞാൽ അറ്റ് ദിസ് പോയിന്റ് ഇൻ മൈ ലൈഫ് എനിക്ക് ആരും ഇങ്ങോട്ട് ഗിഫ്റ്റ് തരുന്നതിനോട് എനിക്ക് വലിയൊരു ക്രേസ് ഇല്ല. എനിക്ക് കൊച്ചിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഞാൻ കൊച്ചിലെ അല്ല, ഐ മീൻ ഈവൻ വെൻ ഐ വാസ് ഇൻ കോളേജ് ഞാൻ എല്ലാവരോടും പറയും October 13th എന്റെ ബർത്ത്ഡേ ആണ്, ഗിവ് മീ സം സർപ്രൈസ് എന്നൊക്കെ. ഫോർ സം റീസൺ റൈറ്റ് നൗ എനിക്ക് സത്യം പറഞ്ഞാൽ ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇഷ്ടം. കാരണം ആ ത്രില്ലുണ്ടല്ലോ, നമ്മളൊരു സർപ്രൈസ് പ്ലാൻ ചെയ്ത് റെഡിയാക്കി ഗിഫ്റ്റ് കൊടുക്കുന്നത്. എനിക്ക് ഐ ലവ് ഗിവിംഗ് ഗിഫ്റ്റ്സ്. എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നത് എന്തോ അറ്റ് ദിസ് പോയിന്റ് എനിക്ക് വലിയ ത്രില്ലിംഗ് ആയിട്ട് തോന്നാറില്ലാണ്. എനിക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നെ എനിക്ക് വേണ്ടി വാങ്ങാറുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ വലുതായിട്ടില്ല. പക്ഷെ എന്താ പറയാ, വല്ലപ്പോഴും ഞാൻ എല്ലാരും സർപ്രൈസ് ചെയ്യാറുണ്ട്. വല്ലപ്പോഴും ആരെങ്കിലും എന്നെ സർപ്രൈസ് ചെയ്യണം എന്ന് ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിനോടാണെങ്കിൽ നമുക്ക് തന്നെ പറയാം ഒരു 10 മില്യൺ തരാനൊക്കെ പറയാം. അതാ 27 ലക്ഷത്തിൽ നിന്നും കണ്ണടച്ചു കൊടുക്കുമ്പോ നമ്മളിങ്ങനെ 1 കോടിയിലേക്ക് എത്തുക അല്ലേ? നല്ലൊരു സർപ്രൈസ് ആയിരിക്കും. അങ്ങനെ വിവാഹമായി. വളരെ ക്രിയേറ്റീവ് ആണ് കേട്ടോ. വിവാഹമായി വീണ മറ്റേ ഇങ്ങനെ ഞാൻ ഇതൊക്കെ ചോദിക്കുന്നുള്ളതാണ് എന്റെ അവസ്ഥ. ഓക്കെ, അങ്ങനെ ഇൻസ്റ്റമോനുമായിട്ടുള്ള പ്രണയം വീട്ടിൽ അവതരിപ്പിക്കേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. എന്തൊക്കെ ക്വാളിറ്റീസ് ആയിരിക്കും മരുമകനെ കുറിച്ച് അച്ഛനോട് പറയുക? പ്രത്യേകിച്ചൊന്നും അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നും വരത്തില്ലാണ്. എന്റെ അച്ഛനും അമ്മയും എന്നോട് ഇതുവരെ കല്യാണം കഴിക്കാൻ പോലും പറഞ്ഞിട്ടില്ല. ഇനി പറയുന്നും തോന്നുന്നില്ല. എനിക്ക് എന്തെങ്കിലും തോന്നുമ്പോ ആരെ കല്യാണം കഴിക്കണോ കല്യാണം കഴിച്ചോ, ആ മൈൻഡ് സെറ്റ് ആണ് എന്റെ വീട്ടില്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും വീട്ടിൽ അവതരിപ്പിക്കേണ്ട ആവശ്യം വരത്തില്ല. എന്നാൽ അഹാനയുടെ ഉള്ളിനുള്ളില് ഏതൊരു ഫീൽഡിൽ നിൽക്കുന്ന ആളെ ആയിരിക്കും കല്യാണം കഴിക്കേണ്ടത് എന്നൊരു തോന്നലില്ല? ഇല്ല, ഫീൽഡ് ഏതായിട്ടും കാര്യമില്ല, ആളുടെ മനസ്സ് നന്നായിട്ടേ കാര്യമുള്ളൂ. ഇല്ല, ഒരു ക്ലീശ ചോദ്യമാണ്. എന്നിരുന്നാൽ പോലും വിവാഹം കഴിഞ്ഞും ഈ സ്ക്രീനിൽ ഇതേപോലെ ഈ ചോദിക്കണം എന്നുള്ളതാണ് എല്ലാവരും അടി വരാൻ തോന്നിയാ. അതാണ് എന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞിട്ട് സിനിമയിൽ അഭിനയിക്കുന്നു. അങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ല, ഇങ്ങനെയുള്ള എനിക്ക് എണീറ്റ് നടക്കാൻ പറ്റുന്ന കാലം വരെ സിനിമയിൽ അഭിനയിക്കണം എന്നാണ് എന്റെ ഒരു ഇത്. അങ്ങനെയാണെങ്കിൽ എല്ലാ സംവിധായകരോടും ഒരു ചാൻസ് ചോദിക്കാൻ മടിയുള്ള ആളാണോ? ഒട്ടും മടിയില്ല. എനിക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചാൻസ് ചോദിക്കാനാണ്. ഞാനത് ചാൻസ് ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ചോദിച്ചിട്ടാണുള്ളത്.